ഹാർഡ് വർക്ക് ഓർ സ്മാർട്ട് വർക്ക്? രണ്ടും കൂടെ മിക്സ് ആണ് ഏറ്റവും വർക്കാവാൻ സാധ്യതയുള്ളത്. ചുമ്മാ കിടന്ന് പട്ടിപ്പണി എടുക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സത്യമായിട്ടും. വെറുതെ സ്മാർട്ടായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ പോലും നമ്മൾ അത് തന്നെയാണ്. ചുമ്മാ വർക്ക് ചെയ്യുന്നതിലും അർത്ഥമില്ല. വെരി സ്മാർട്ട്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ആ ഔട്ട്പുട്ട് കൃത്യമായി എത്തുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഹാർഡ് വർക്ക് ചെയ്യാം. അതായത് ഒരു ടോട്ടൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം എക്സ് ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ആ ഫസ്റ്റ് പാർട്ടിന് അത് സ്മാർട്ട് ആയിട്ടുള്ള വർക്കാണ് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത്. ആ സ്പ്ലിറ്റിങ്ങിൽ ആദ്യത്തെ ഭാഗം നമ്മൾ സ്മാർട്ടായി ചെയ്യുന്നുണ്ടെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഔട്ട്കം കറക്റ്റായി കിട്ടിയെങ്കിൽ അടുത്തടുത്ത് ചെയ്ത് തുടങ്ങും. ദാറ്റ് ഈസ് എ പ്രോസസ്. അപ്പം സ്മാർട്ടായിട്ടുള്ള ഹാർഡ് വർക്കാണ് ഡെഫിനറ്റ്ലി വേണ്ടത്. നമുക്ക് അതിന് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. സ്മാർട്ട് ഹാർഡ് വർക്കാണ് എൻ്റെ ഏറ്റവും വേണ്ട കാര്യം എന്ന് പറയുന്നത്. അന്ന് ഈ കോവിഡിന് മുന്നേ ഈ ആപ്പിൽ ലോഡ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഈ MBBS ക്രാക്ക് ചെയ്യാനുള്ള അത് തന്നെ കണ്ടന്റ് തന്നെയാണ്. നീറ്റ് UG, അതായത് +2 കഴിഞ്ഞ് നീറ്റിലേക്ക് കയറാനുള്ള ക്ലാസ്സുകൾ തന്നെയാണ് അന്നും ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുത്ത് ഒറ്റയ്ക്ക് തന്നെ ഞാൻ അന്നൊരു സിംഗിൾ പേഴ്സൺ ആയിരുന്നു, ഞാൻ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ പോയി ക്യാമറ ഓൺ ചെയ്യും, ഞാനിരുന്ന് ക്ലാസ് എടുക്കും, എന്നിട്ട് ക്യാമറ പോയി ഓഫ് ചെയ്യും, ഇത് കൊണ്ടുപോയി എഡിറ്ററിനൊക്കെ കൊടുക്കും, അവിടുന്ന് എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ വന്ന് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യും, ഞാൻ തന്നെ മെന്റർഷിപ്പ്, ഞാൻ തന്നെ എല്ലാം. അപ്പൊ ഇന്ന് സൈലത്തിൽ നടക്കുന്നൊരു വലിയ പ്രോസസ് ഇല്ലേ, ആ ചെറിയ കാര്യം, ആ പ്രോസസ്സിന്റെ ഒരു ചെറിയ കാര്യം ഞാൻ അന്ന് ചെയ്തിരുന്നു സ്വന്തമായിട്ട്. അപ്പൊ എനിക്കിപ്പം ഏത് പ്രോസസ്സ് ആര് പറഞ്ഞാലും ഇതല്ലേ ഇത് എത്രയല്ലേ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, അന്ന് തുടങ്ങിയത് കൊണ്ട് എത്താൻ വേണ്ടി പറ്റി. അന്ന് ഞാനതിന് ഹാർഡ് വർക്ക് ചെയ്തു. ഇന്ന് സ്മാർട്ടായിട്ട് ആളുകളെ പ്ലേസ് ചെയ്തിട്ടത് സിസ്റ്റം ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അത് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. മമ്മൂക്ക സൈലത്തിന്റെ ആഡിൽ വന്നപ്പോഴാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്. യെസ്, ഫസ്റ്റ് ഡെഫിനറ്റ്ലി. അതിന് മുന്നേ ഉള്ള അതുവരെയുള്ള സൈലത്തിന്റെ ജേർണി എന്തായിരുന്നു? സൈലം തുടങ്ങിയ ഒരു 6 months ആയിട്ടുണ്ടാവും. ലൈക്ക് യൂട്യൂബ് നന്നായി പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ നീറ്റ് ജെയ് ഓഡിയൻസ് അത് നന്നായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു സൈലം എന്താണെന്ന്. കാര്യം അവരുടെ ഒരു കമ്മ്യൂണിറ്റി, കാര്യം സൈലം എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആണ്. കുട്ടികൾക്ക് നന്നായി അറിയാം, പഠിക്കേണ്ടവർക്ക് അറിയാം, അതിന്റെ കണ്ടന്റ് വേണ്ടവർക്ക് ഇതിനെ നന്നായി അറിയാം. അതിൽ കാര്യമില്ല, പ്രത്യേകിച്ച് നാട്ടുകാർ ഉപയോഗിക്കേണ്ട ഒരു കാര്യവും അല്ലല്ലോ സത്യത്തിൽ. അവരറിഞ്ഞാൽ പോരെ. അല്ലാതെ ബാക്കി ബ്രാൻഡിങ് ആണ്. ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൽ തന്നെ ബ്രാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചുമ്മാ നമ്മൾ എബവ് ദി ലൈൻ എപ്പോഴും ആഡുകളും കാര്യങ്ങളും ചെയ്യുന്നതിൽ മാത്രം കാര്യമില്ല. പക്ഷെ അത് വേണം ഒരു ആസ് എ ഹോൾ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അന്ന് അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം അന്ന് നീറ്റ് ചെയ്യുക എന്നുള്ള സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ. ആ ഓഡിയൻസിലേക്ക് നമുക്ക് അല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി തന്നെ എത്താൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞ് അതിന് അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ബാക്കിയുള്ള ക്ലാസ്സുകളിലേക്ക് ഇറങ്ങണം, PSCയിലേക്ക് പോകാൻ പോകുന്നു. അപ്പം ഇവിടേക്കെല്ലാം നമ്മൾ പോകുമ്പോൾ ഇതൊരു വൈഡർ ഓഡിയൻസിലേക്ക് റീച്ച് ഔട്ട് ചെയ്യണം, എങ്കിലേ നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് ഏറ്റവും ഒരു ബ്രാൻഡ് പ്ലേസ്മെന്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം 170 ദിവസത്തെ കോവിഡിന്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് മമ്മൂക്ക വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എവിടെയും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പം തിരിച്ചു വരവെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആഘോഷമാക്കാൻ പോകുന്ന അത് സൈലത്തിലൂടെയായിരുന്നു വരുന്നത്. അത് ഭയങ്കര എന്താണ് ഒരു പ്ലേസ്മെന്റ് നമുക്ക് അവിടെ നന്നായി